ഹാഡിയസ് വെൽക്കം ബാക്ക് ടു ആർക്കിനെക്സ്. എല്ലാവർക്കും ആർക്കിനെക്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വെൽക്കം. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മുടെ ഓൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ +2 ഫിസിക്സ് എക്സാമിന് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ 1 മാർക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം അല്ലേ. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം യൂണിഫോംലി ചാർജ്ഡ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ് ഓഫ് ചാർജ് ഈസ് അല്ലേ. സോ നമുക്കറിയാം നമ്മുടെ ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷനുകൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ ഇക്വേഷൻ? എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് E = എന്തായിരുന്നു? σ/2ε0 എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഇവിടെ എവിടെയെങ്കിലും ആറിന്റെ ടേം ഉണ്ടോ? ഇല്ല, ആർ എവിടെയും ഇല്ല അല്ലെ. സോ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്ത് എന്തില്ല? നമുക്ക് ആർ എന്ന് പറഞ്ഞ ടേം ഇല്ല. അതുപോലെ നമുക്ക് എന്ത് പറയാം? യെസ്, ഇൻഡിപെൻഡന്റ് ഓഫ് ആർ ആണ്. ആറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പ്ലെയിൻ ഷീറ്റിന്റെ അകത്താണ്. റെഡി അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. All free charges are integral multiple of a basic unit of charge E. Then the quantization rule of electric charge implies. എന്താണ് quantization of charge എന്ന് പറഞ്ഞാൽ? എന്താണ്? നമ്മൾ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ് പഠിച്ചാണല്ലേ. സോ ടോട്ടൽ ചാർജ് ഇസ് ദ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ദ ബേസിക് ചാർജ് E, അല്ലെങ്കിൽ പ്ലസ് ഓർ മൈനസ് NE എന്നൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടാവും അല്ലേ. എന്താണിത്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് ആണ്. സോ Q = എന്ത് വന്നു? പ്ലസ് ഓർ മൈനസ് NE വന്നു. അതാണ് നമ്മുടെ എന്ത്? ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The electrostatic force between two charges is governed by Coulomb's law. On which factors does the electrostatic force between two charges depends and how? അല്ലെ, നമുക്കറിയാം എന്താണ് നമ്മളുടെ കൂളൂംസ് ലോ പറയുന്നത്? ഫോഴ്സ് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആണ്? യെസ്, ഒന്ന് പ്രൊഡക്റ്റ് ഓഫ് their charges അല്ലെ, Q1 Q2 ആയിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ദിസ് ഫോഴ്സസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R² ആണ്. അങ്ങനെയാണ് നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടിയത്? F = 1/4πε0 Q1 Q2 by R² എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടിയിട്ടുള്ളത്. റെഡി അല്ലേ? സോ രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഒന്ന് പ്രൊഡക്റ്റ് ഓഫ് ദി ചാർജസും, രണ്ട് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദമ്മും ആണ് നമ്മുടെ എന്ത് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. റെഡി ആണല്ലോ? കൺഫ്യൂഷൻ ഇല്ലല്ലോ? യെസ്, അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മൾ പോവാം. ഇൻ ദ എയർ മീഡിയം ബിറ്റ്വീൻ ദ ടു ചാർജസ് ഇസ് പ്ലേസ്ഡ് ബൈ വാട്ടർ അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യാൻ പോവാണ് വാട്ടറുമായിട്ട്. വാട്ട് ചേഞ്ച് യു എക്സ്പെക്ട് ഇൻ ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് വൈ അല്ലെ? അത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണാം. എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ? എന്താണ്? 1/4πε0 Q1 Q2 by R² ആണ്. ഇതെല്ലാം നമ്മൾ ഇക്വേഷൻ അല്ലെ. ഇത് എവിടെയാണ് നമ്മുടെ? യെസ്, ε0 അല്ലെങ്കിൽ ε0 എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. എവിടെയാണ് ഇയാളുള്ളത്? ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വത്തിലാണ് ആൾ കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇയാളെ നമ്മൾ അങ്ങോട്ട് മാറ്റാൻ പോവാണ്. ഒരു പർട്ടിക്കുലർ മീഡിയത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ഇക്വേഷൻ എന്തായിട്ട് മാറും? 1/4πε0 ഇൻറ്റു അവിടെ ആര് വരും? εr വരും അല്ലെ. ഇൻറ്റു എന്ത് വരും? അവിടെ Q1 Q2 by R². ബാക്കിയൊക്കെ സെയിമാ, പക്ഷെ ഒരൊറ്റ ആൾ അവിടെ ഒന്നല്ലേ, εr അല്ലെ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയാം അല്ലെ, അല്ലെങ്കിൽ അവിടുത്തെ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് അല്ലെ. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ആയിരിക്കും അത്. റെഡി ആണല്ലോ? സോ ഡൈ ഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. സോ എന്ത് വന്നു? ഇത്രയും ഭാഗം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇത്രയും ഭാഗം നമുക്ക് എന്താ കാണിച്ചു തരുന്നത്? മുന്നേ ഉള്ള ഫോഴ്സ് അല്ലേ, എഫിനല്ലേ കാണിച്ചു തരുന്നത്. സോ നമുക്ക് എന്ത് മനസ്സിലായി? പുതിയ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F' എന്താണ്? F/εr ആണെന്ന് മനസ്സിലായി അല്ലെ. എന്ന് വെച്ചാൽ നമ്മളെ പഴയ ഫോഴ്സിന്റെ കൂടെ ഒരു εr ഡിവൈഡ് ചെയ്യുക, ഒരു കോൺസ്റ്റന്റ് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എന്തായാലും F' എന്തായിട്ട് മാറും? കുറയാണ് ചെയ്യല്ലേ. സോ അവിടെ ഫോഴ്സ് എന്താകും? കുറയും അല്ലെ. സോ നമ്മൾ ഒരു മീഡിയത്തിലേക്ക് അതിനെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ത് ചെയ്യും? കുറയാണ് ചെയ്യുന്നത് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത്. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്, റെഡി ആണ്. സോ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. Y എന്ന് പറഞ്ഞ സാധനം നമ്മൾ എന്ത് ചെയ്തു? നേരെ ഇക്വേഷൻ കൊടുത്തു. F' F/εr എന്ന് കിട്ടി. റെഡി, സെറ്റ് ആണല്ലോ? അടുത്ത്, two equal and opposite charges plus Q and minus Q are separated by a small distance to a. Name this arrangement. എന്താണ് ഈ അറേഞ്ച്മെന്റ്? വേറെ എന്താണ് ഈ അറേഞ്ച്മെന്റ്? യെസ്, ഇലക്ട്രിക് ഡൈപോൾ ആണല്ലേ. സോ ഇലക്ട്രിക് ഡൈപോൾ ആണ് നമുക്ക് ഈ തന്ന അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ് നമ്മൾ വിളിച്ച് പേരെന്താണ്? ഇലക്ട്രിക് ഡൈപോൾ എന്നാണ് നമ്മൾ വിളിച്ചത് അല്ലെ. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത എന്താണ്? An equipotential surface is a surface with a constant value of potential at all points on the surface. What is the amount of work done in moving a 2 microcoulomb charge between 2 points 3 cm apart on an equipotential surface അല്ലെ. അവിടെ എവിടെ നമ്മൾ ചാർജിന് മൂവ് ചെയ്യുകയാണെങ്കിലും, ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് എവിടേക്ക് ചാർജിന് മൂവ് ചെയ്യുകയാണെങ്കിലും നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വർക്ക് എന്തായിരിക്കും വരിക? എപ്പോഴും 0 ആയിരിക്കും വരിക. റെഡി ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്, നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. സ്റ്റേറ്റ് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ആണല്ലേ. എന്താണ് ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ? നമ്മൾ കറണ്ട് ലോ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. എന്ന് വെച്ചാൽ ഒരു ജംഗ്ഷനിൽ ഉണ്ടാവുന്ന ടോട്ടൽ കറണ്ട്, നെറ്റ് കറണ്ട് ഓവർ എ ജംഗ്ഷൻ
is always zero ആയിരിക്കും അല്ലെ. ഇതാണ് നമ്മുടെ എന്ത് ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ the amount of current entering to a junction is equal to amount of current leaving from the junction നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ സാധിക്കും. എന്ന് വെച്ചാൽ നെറ്റ് കറണ്ട് ഒരു ജംഗ്ഷനിൽ എപ്പോഴും എന്തായിരിക്കും, സീറോ ആയിരിക്കും. സിമ്പിൾ. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്ത എന്താണ്, how will you convert a galvanometer into ammeter? എങ്ങനെ ഒരു ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യാം? ഒന്നുമില്ല, കണക്ട് എ സ്മോൾ റെസിസ്റ്റർ നോൺ ആസ് ഷണ്ട് റെസിസ്റ്റർ പാരലൽ ടു ദ സർക്യൂട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു എൻറ്റയർ കോമ്പിനേഷൻ ഇപ്പൊ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, അമ്മീറ്റർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, അമ്മീറ്റർ ആയിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടാവും. റെഡി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എക്സ്പ്ലെയിൻ വാട്ട് ഡു യു മീൻ ബൈ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്? എന്താണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അത് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് എഫ് ബി ഈക്വൽ ടു എന്താണ്, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. എഫ് ബി ഈക്വൽ എന്താണ്, ക്യൂ ഇൻറ്റു വി ക്രോസ് ബി അല്ലെങ്കിൽ ക്യൂ വി ബി സൈൻ തീറ്റ. റെഡി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സ്റ്റേ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ. എന്താണ് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ വർക്കിംഗ് എന്താണ്? അവിടെ ഉണ്ടാകുന്ന ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്തായിരിക്കും, കറണ്ട് ആയിരിക്കും. ദാറ്റ് മീൻസ് ഫൈ ഈക്വൽ ടു NAB by K into I ആണ്. റെഡി അല്ലേ, സെറ്റ് അല്ലേ, സെറ്റ് അല്ലേ? അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, പറയാൻ സാധിക്കും. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ, യെസ്. അടുത്തതിലേക്ക് പോവാം. അടുത്ത എന്താണ്, സ്റ്റേറ്റ് ഗോസസ് ലോ ഫോർ മാഗ്നറ്റിസം. അവിടെ മാഗ്നറ്റിസത്തിലെ ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഇന്റഗ്രൽ B.ds അല്ലെ. ഒരു ക്ലോസ് സർഫസിലെ മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും എന്തായിരിക്കും വരിക, സീറോ ആയിരിക്കും വരിക അല്ലെ. ഇന്റഗ്രൽ B.ds ഈക്വൽ ടു എന്തായി വരിക, സീറോ ആണ് വരിക. ഇതാണ് ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം. സിമ്പിൾ. ഓക്കെ, അടുത്തതിലേക്ക് മൂവ് ചെയ്യാം. നെയിം ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് ദ ഇൻഡക്ടൻസ് ഓഫ് എ കോയിൽ ഡിപെൻഡ്സ് അല്ലെ. നമുക്ക് എന്ത് വേണം, ഇൻഡക്ടൻസ് അല്ലെ. ഒരു കോയിലിന്റെ ഇൻഡക്ടൻസ് ഇക്വേഷൻ എന്താ, യെസ്, μ0 n² A/L ആണ്. ഇതാണ് നമ്മുടെ എന്ത് ഇക്വേഷൻ, ഇൻഡക്ടൻസ് അല്ലെ. സോ നമുക്കറിയാം നെയിം ദ ഫാക്ടേഴ്സ് ചോദിച്ചല്ലേ, എന്തിനൊക്കെ ഡിപെൻഡ്, യാസ് എൽ എന്ന് പറഞ്ഞാൽ ആദ്യം ആരാണ് നമ്മുടെ, യെസ്, μ0 പെർമിബിലിറ്റിയെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ ആരാണ്, നമ്പർ ഓഫ് ടേൺസിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ മൂന്നാമത്തെ ആരാണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ നാലാമത്തെ ആരാണ്, ലെങ്തിനെ ഡിപെൻഡ്. എങ്ങനെയൊന്നും ചോദിച്ചില്ല അല്ലെ. സോ ശരിക്കും ലെങ്ത് ഇവിടെ എന്താ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. പക്ഷെ ഫാക്ടേഴ്സ് ചോദിച്ചുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഫാക്ടേഴ്സ് മാത്രം ഇതാ, എങ്ങനെ ഡിപെൻഡ് ചെയ്യുന്ന കാര്യം നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പൊ നിങ്ങൾ എഴുതിക്കേണ്ട ആവശ്യമില്ല. സോ ഇത്രയുമാണ് അത് ഡിപെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. റെഡി, സെറ്റ് അല്ലേ. അടുത്ത നമുക്ക് പോവാം. ദി ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ് അല്ലെ. ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് മാസ് ആണ്. ഓക്കെ, എന്താണ് വിളിക്കുക, നമ്മള് ഇൻഡക്ടൻസ് എന്നാണ് വിളിക്കുന്നത്. റെഡി, സെറ്റ് അല്ലേ. അടുത്ത് സ്റ്റേറ്റ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്? ഒന്നുമില്ല അല്ലെ. നമുക്കറിയാം അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF-ന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. ഇതല്ലേ EMF. ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞു, ഫാരഡേ പറഞ്ഞു. ഫാരഡേ എന്ത് മാത്രമേ പറഞ്ഞുള്ളൂ, EMF-ന്റെ മാഗ്നിറ്റ്യൂഡിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. സോ E = dφ/dt. ഡയറക്ഷനോടെ മെൻഷൻ ചെയ്യേണ്ട. റെഡി, അടുത്തിലേക്ക് പോവാം. റൈറ്റ് എനി 2 യൂസസ് ഓഫ് എഡ്ഡി കറന്റ് അല്ലെ. സോ എഡ്ഡി കറന്റുകളുടെ യൂസ് എന്തൊക്കെയാണ് നമുക്കറിയാം. ഒന്ന് മാഗ്നറ്റിക് ബ്രേക്കിംഗ് അല്ലെ, മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഓഫ് ട്രെയിൻ ആണ്. സോ മാഗ്നറ്റിക് ബ്രേക്കിംഗ് ഓഫ് ട്രെയിൻസ്. അതേപോലെ തന്നെ എന്തുണ്ട്, നമ്മുടെ ഇൻഡക്ഷൻ ഫർണസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇൻഡക്ഷൻ ഫർണസിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതേപോലത്തെ കുറച്ച് എക്സാമ്പിൾ എന്ത് ചെയ്യാം, നിങ്ങൾ നോക്കി വെക്കുക. റെഡി, അടുത്ത എന്ത് ചെയ്യാം, നമ്മുടെ SI യൂണിറ്റ് ഓഫ് സെൽഫ് ഇൻഡക്ടൻസ് അല്ലെ. സെൽഫ് ഇൻഡക്ടൻസിന്റെ SI യൂണിറ്റ് എന്താണ്, നമ്മുടെ ഹെൻറി ആണ് അല്ലെ. ഹെൻറി ആണ് എന്ത്, നമ്മുടെ സെൽഫ് ഇൻഡക്ടൻസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഹെൻറി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, SI യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഇൻഡക്ടൻസ് അല്ല, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. എടാ എന്താ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്? എന്താ, യെസ്, ഒപ്പോസിഷൻ ആണ് അല്ലെ, റെസിസ്റ്റൻസ് ആണ്. ആര് ഓഫർ ചെയ്യണം, ഇൻഡക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. സോ നമ്മുടെ യൂണിറ്റ് മാറോ ഇല്ല, ആര് തന്നെയാണ് വരിക, ഓം തന്നെയാണ് വരിക. സോ ഓം ഇസ് ദ യൂണിറ്റ് ഫോർ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. റെഡി, അടുത്ത ക്വസ്റ്റ്യൻ, ദ ബേസിക് പ്രിൻസിപ്പൽ ബിഹൈൻഡ് എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിന്റെ ബേസിക് പ്രിൻസിപ്പൽ എന്താണ് നമുക്കറിയാം, ആരാണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അല്ലെ. സോ മ്യൂച്വൽ ഇൻഡക്ഷൻ. റെഡി, അടുത്തതിലേക്ക് പോകാം. അടുത്തെന്താണ്, വാട്ട് ഡു യു മീൻ ബൈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണ്? ഇറ്റ് ഈസ് ദ കറണ്ട് ഇൻഡ്യൂസ്ഡ് ഡ്യൂ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ് അല്ലെ. സോ ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് അല്ലെ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണ്, ε0 dφ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. സോ E കൊടുത്തു, dφ E/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്, മാഗ്നറ്റിക് ഫ്ലക്സ് അല്ല. റെഡി, അടുത്ത നോക്കാം. എന്താണ്, എ റേ ഓഫ് ലൈറ്റ് ട്രാവൽസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയർ അല്ലെ. ഇവിടെ നിന്ന് ഡെൻസർ ടു റെയറിലേക്കാണ് പോകുന്നത്. ദെൻ ദ റേ എങ്ങോട്ടേക്ക് പാസ് ചെയ്യും ചോദിച്ചല്ലേ. സോ ടെൻസറിന് റെയറിലേക്ക് പോകുന്ന സമയത്ത് ഇറ്റ് ഡീവിയേറ്റ്സ് അവേ ഫ്രം ദ നോർമൽ. ഓപ്ഷൻ സി കണ്ടോ, ഡീവിയേറ്റ്സ് അവേ, ബെൻഡ്സ് അവേ ഫ്രം ദ നോർമൽ നമുക്ക് പറയാം. റെഡി അല്ലേ. അടുത്ത്, ദ ഷേപ്പ് ഓഫ് ദ വേവ് ഫ്രണ്ട് ഒറിജിനേറ്റഡ് ഫ്രം എ ട്യൂബ് ലൈറ്റ് അല്ലെ. ഒരു ട്യൂബ് ലൈറ്റ് ആണ്. സോ നമുക്കറിയാം ട്യൂബ് ലൈറ്റ് ആണ്, ലീനിയർ സോഴ്സ് ആണ്. സോ അവിടെ ഉണ്ടാകുന്ന വേവ് ഫ്രണ്ട് എങ്ങനെയൊക്കെ ഉണ്ടാവും, അതേപോലെ എന്ത് വേവ് ഫ്രണ്ട് ആണ് കാണിക്കുക, സിലിണ്ട്രിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക.
കാരണം ലൈറ്റ് എപ്പോഴും എന്താണ് ഈ ലീനിയർ സോഴ്സ് എപ്പോഴും പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുക, ഇതേപോലെ മുന്നോട്ടേക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് സിലിണ്ടറിക്കൽ ഷേപ്പിൽ പറഞ്ഞത് കേട്ടോ. സോ മുന്നോട്ടേക്കും പുറകോട്ടേക്കും ഉണ്ടാവും, മറിക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇതാണ് എന്ത് വരിക നമ്മുടെ വേവ് ഫ്രണ്ട് വരിക. സോ ഏത് വേവ് ഫ്രണ്ട് ആണ്? സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആണ്. ഓക്കെ, സിലിണ്ടറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. ഓക്കെ, അടുത്തതിലേക്ക് പോകാൻ നോക്ക്. എ പ്ലെയിൻ വേവ് ഫ്രണ്ട് ഈസ് ഇൻസിഡന്റ് നോർമലി ഓൺ എ കോൺവെക്സ് ലെൻസ്. സ്കെച്ച് ദ റിഫ്രാക്റ്റഡ് വേവ് ഫ്രണ്ട് അല്ലെ. സോ നമുക്ക് എന്ത് ചെയ്യണം? ഒരു കോൺവെക്സ് ലെൻസിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് വരികയാണ് അല്ലെ. സോ പ്ലെയിൻ വേവ് ഫ്രണ്ട്, പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് എങ്ങനെ ലൈറ്റ് റേ വരുന്നത്? ഇതേപോലെ പാരലൽ ലൈറ്റ് റേസ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത് അല്ലെ. സോ ഇങ്ങനെ പാരലൽ ലൈറ്റ് റേസ് ആണ് അവിടെ എന്ത് വേവ് ഫ്രണ്ട് അടിക്കുന്നത്? ഇതേപോലെ പ്ലെയിൻ വേവ് ഫ്രണ്ട് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനെ പാരലൈറ്റ് എന്നവർ എന്ത് ചെയ്യും? നേരെ അവർ റിഫ്രാക്ട് എന്ത് ചെയ്യും? ഒരു കോമൺ പോയിന്റ് ഉണ്ട്, ഇവരെല്ലാവരും പാസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ആ പോയിന്റ് നമ്മൾ എന്താ വിളിക്കുക? ഫോക്കസ് എന്നാ വിളിക്കുക. സോ ഒരു പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെ. എന്താ വെച്ചാൽ അവിടെ എന്ത് വേവ് ഫ്രണ്ട് ആണ് ക്രിയേറ്റ് ചെയ്യുക? ഇതേപോലത്തെ സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആണ് അല്ലെ. സ്പെരിക്കൽ വേവ് ഫ്രണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ സ്പെരിക്കൽ വേവ് ഫ്രണ്ട്. റെഡി ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെയിം ദ ഫിനോമിന വിച്ച് പ്രൂവ്സ് ദ ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റ്. ലൈറ്റിന് ട്രാൻസ്വേഴ്സ് നേച്ചർ ഉണ്ടെന്ന് കാണിക്കുന്ന ആരാണ്? നമ്മുടെ നമ്മൾ വേവ് ഒപ്റ്റിക്സിൽ പഠിച്ച ആളാണ്. എന്താണ്? പോളറൈസേഷൻ എന്ന് പറഞ്ഞ ലൈറ്റിന്റെ ഫിനോമിന ആണ് എന്ത് പഠിക്കുന്നത്? ആ ഒരു പോളറൈസേഷൻ ആണ് എന്ത് കാണിക്കുന്നത്? ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ലൈറ്റ്. പോളറൈസേഷൻ നമ്മൾ എവിടെയും പഠിക്കുന്നുണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിലും ഉണ്ട്. നമ്മളൊരു പോളറൈസേഷൻ മാറിപ്പോകരുത്. റെഡി അല്ലേ? അടുത്ത നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണുള്ളത്? യെസ്, കഴിഞ്ഞു അല്ലെ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു 1 മാർക്കിന്റെ സീരീസിൽ നമുക്ക് എടുത്തിട്ടുള്ളത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. സോ ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ആവശ്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.